ബീച്ചിനടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കോറൽ ഐലൻഡിലേക്ക് നമ്മളെ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് അവരൊരു ടാഗൊക്കെ തന്നിട്ടുണ്ട്. ടാഗൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുവാണ്, വെയിറ്റ് ചെയ്യണം അവരെന്താ പറയുന്നത് നോക്കിയിട്ട്. അവർ നമ്മളെ ഐലൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പോയി നോക്കാം. ഇതിപ്പോൾ ഔട്ട്ഫിറ്റ് പകുതി ബീച്ച് വെയറും പകുതി നോർമൽ ഔട്ട്ഫിറ്റുമാണ്. അപ്പോൾ ബീച്ചിൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം കുറേ പാരാസൈലിംഗ് ഒക്കെ അങ്ങോട്ട് പോയി നടക്കണതാണ്. ഓക്കെ, അവിടെ പോയിട്ട് നോക്കാം. കോറൽ ഐലൻഡിലേക്ക് പോകാൻ ഗ്രൂപ്പ് ബോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ടാഗൊക്കെ തന്നിട്ട് ഫോർത്ത് പിയർ റൈറ്റ് സൈഡിൽ നമ്മളോട് എത്താൻ പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് പിയർ, സെക്കൻഡ് പിയർ. ഒന്ന് നിൽക്കണ്ട, നമ്മൾ ഗ്രൂപ്പായിട്ട് അവർ വിളിച്ചിട്ട് പോകാണ്. അപ്പോൾ നമ്മൾ ഫോർത്ത് പിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഛർദിച്ച് ഒരു സൈഡായി. ഇപ്പോൾ ബനാന റൈഡും ജെറ്റ് സ്കീം പിന്നെ സോ നമ്മളിവിടെ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് 50 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ചാടാം. സ്വിമ്മിങ് ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എത്തണം വരെ ഭയങ്കര കഷ്ടമായിരുന്നു. ഞാൻ ആ മറ്റേ സ്പീഡ് ബോട്ടിൽ കയറുമ്പോൾ തന്നെ ആ ഒരു ഒലച്ചിൽ എനിക്കും എൻ്റെ ചേച്ചിക്കും പറ്റുന്നുണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും വൊമിറ്റിങ് തന്നെയായിരുന്നു. ഞാൻ അറൗണ്ട് ഒരു 6 ടൈംസ് വൊമിറ്റ് ചെയ്ത്
ഇവിടെ വന്നപ്പോൾ ഒരു മാങ്ങ തന്നു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. ഇപ്പം നമ്മളൊരു സെറ്റ് മാങ്ങയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാങ്ങയും അതെ, ഇനി ഒമിറ്റ് ചെയ്യാൻ അകത്തൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കരിക്കും വെള്ളം കുടിച്ചു. അത് പിന്നെ കരിക്കും വെള്ളമായി വൊമിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിച്ചു. അത് ഞാൻ വൊമിറ്റ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി എൻ്റെ വയറ്റിൽ ഇനി വൊമിറ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഓർത്ത് ഇനി തിരിച്ചു പോകാനുള്ള വൊമിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇട്ട് തുടങ്ങണമല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചത് മാങ്ങയാണ്. എനിക്ക് മാങ്ങ കഴിച്ചപ്പോൾ കുറച്ച് ഫീൽ ആയിട്ട് തോന്നി. നല്ല രസമുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്നത് ആഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ചാൻസ് കിട്ടിയില്ല. കാരണം നമ്മൾ വേറെ ഒരാളും നമുക്ക് എടുത്തു തരാനോ അങ്ങനെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാമല്ലോ, എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി. ഇപ്പം വാങ്ങാം. സൂപ്പർ. വൊമിറ്റിംഗ് യാത്ര കഴിഞ്ഞ് വെള്ളത്തിലും ചാടി, ജെറ്റ് സ്കീയും എല്ലാം ചെയ്തു. ബനാന ചെയ്ത്, ജെറ്റ് സ്കീ ചെയ്ത്, കടലിൽ ചാടിയതിന് ശേഷം ഇനി പൂളിൽ ചാടുകയാണ്. പൂളിൽ ചാടി കഴിഞ്ഞ് നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകണം. സോ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കണ്ടത് ഞാൻ എവിടെയായിരിക്കുന്നത്. യെസ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സോ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ബോട്ടിൽ ഫ്ലോട്ട് ചെയ്യാൻ പോകും. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കടകളും. മറ്റേ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെല്ല് ചെയ്യുന്ന കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ എക്സൈറ്റഡ്. എന്തായാലും ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നോക്കാം. എന്തോ കോമഡി പറഞ്ഞു. ഡ്രാഗൺ തീ മാത്രമല്ല വെള്ളവും തുപ്പും. നമുക്കൊരു ബോട്ടിൽ പോവാം അല്ലേ? ബോട്ടിൽ പോവാം. നമ്മൾ രണ്ടുപേരാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ പേരുള്ളത് നന്നായി. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കുഞ്ഞി ബോട്ടിൽ കയറി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. വൈബാണല്ലേ?
കാത്തിരുന്ന് മറ്റേ ബോട്ടിൽ ഇവിടെ എത്തി. അവർ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ഫാസ്റ്റായിട്ട് ഇവർ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും സെറ്റ് ചെയ്തു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ രണ്ടുപേരും ഭയങ്കര ചില്ല് ചെയ്തിരിക്കുന്ന ഒരു ഹാപ്പി ഫോട്ടോ. അതുകൊണ്ട് ഞാനിത് വാങ്ങി. ആര്യക്ക് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാം. 1500 ബാത്ത് ഉണ്ട് എൻ്റെ ഒരു. അങ്ങനെ ആര്യക്ക് കൊടുക്കാൻ പോവാം ഇന്നത്തെ ഷോപ്പിംഗ് ബഡ്ജറ്റ്. ഷോപ്പിംഗ് ബഡ്ജറ്റാ. നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് മുതലേനെ കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ചെയ്തപ്പോൾ മുതൽ ചേച്ചി പറയുന്നതായിരുന്നു മുതലേർക്ക് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ടോ? അവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ട്, പിന്നെ ബൊബോ ടീ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. പക്ഷേ എടാ എനിക്ക് കിട്ടിയതാ ഒരു മീനിൻ്റെ ഒരു ഫ്ലേവർ ഇറച്ചി അങ്ങനെ വലിച്ചെടുക്കും. എടാ അവളുടെ ഫ്രണ്ടിലത്തെ പല്ല് മറ്റേ ഡ്യൂപ്ലിക്കേറ്റാ. അവന് അലർജി ഉണ്ട്, വിശപ്പിന്റെ അലർജി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട പോ. അടുത്തായി നമ്മൾ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ പോവാം. ചേച്ചി സ്റ്റിക്കി റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈം മുതൽ അല്ലേ എല്ലാവരും പറയുന്നതാണ് മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യണം. ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ മാംഗോ ട്രൈ ചെയ്തു. സോ ഡിലിഷ്യസ്. താങ്ക് യു. ഓക്കെ ട്രൈ ഇറ്റ്. എങ്ങനെയുണ്ട്? നല്ലതാണോ? റൈസിനുള്ള ഒരു അടിയാണോ അവിടെ കാണുന്നത്? മാംഗോക്കുള്ള അടിയാണോ തോന്നുന്നത്? റൈസോ ഒരുമിച്ച് കഴിക്കുമ്പോ നന്നായിട്ടുണ്ടല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈപ്പിന്റെ അത്ര ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും. ഓവർ എക്സ്പെക്ടേഷനിൽ തിന്നരുത്. ഡീസന്റ് മീൻ. സൗകര്യം ഒന്നും പറഞ്ഞില്ല. എന്താ നമ്മൾ കുടിക്കാൻ പോണേ? ടേസ്റ്റിംഗ് സെഷൻ.
തായ് ബബിൾ ടീ. ആവറേജ് നമ്മൾ കുടിച്ച നമ്മുടെ അവിടുത്തെ കുറിച്ചല്ല എക്സ്പ്രഷൻ ഉണ്ടാവാ. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയേക്കാണ്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോയി ജസ്റ്റ് എല്ലാവരും ഒന്ന് ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് ഇപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ്. നമ്മുടെ ബാക്കിൽ കുറച്ച് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്യും. ഇപ്പോൾ ഏകദേശം സമയം 8 PM ആയി. പിന്നെ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാണ്. ജം സോ നൈസ്. തലവേദനയൊക്കെ എടുക്കുന്നത് ഭയങ്കര രസമുണ്ട്. എന്തായാലും ഇവരത് ഷോപ്പൊക്കെ കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് നമ്മൾ എവിടെ എത്തിയ പട്ടായ ബീച്ച്. ഇവിടെ ചെയറൊക്കെ ഒരു റെൻ്റ് എടുത്ത് 50 ബാത്ത് കൊടുത്ത് ചെയർസ് എടുത്ത് 6 ചെയർസ്. എന്നിട്ട് നമ്മളിവിടെ 7-Eleven കുറച്ച് ഫുഡൊക്കെ അങ്ങനെ അവിടെ കുറേ എന്തൊക്കെയോ ലൈം ടീ എന്തൊക്കെയോ ഇല്ലേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ച്, കാരണം നമ്മൾ നടന്ന് ബീച്ചിലേക്ക് എത്തി. ബീച്ചിന് മുന്നേ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി നടന്നു. കുറച്ച് ടയേർഡായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ ബീച്ചിൽ വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഫുഡെല്ലാം ഒന്ന് റിഫ്രഷ് ആയിട്ട് നമുക്ക് സ്ട്രീറ്റ് ഫുഡ്. യെസ്. വീഡിയോ വീഡിയോ പ്ലേ ആവാതെ നമ്മൾ ഫുഡ് സ്ട്രീറ്റൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഫോർച്ചുനേറ്റ്ലി ആണെന്നെങ്കിലും പറയാം. നമുക്ക് 7-Eleven ഫ്രണ്ടിൽ കുറേ ഫുഡ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലിരുന്ന് തന്നെ അവിടെ നിന്ന് ഫുഡ് വാങ്ങി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിന് നമ്മുടെ ഹോട്ടൽ ഏകദേശം അവിടെ ആയിട്ട് വരും. അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഒരു ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു വാക്കിന് ഇറങ്ങിയേക്കാണ്. മേ ബി ഇന്നലത്തെ പോലെ നമ്മളൊരു ഫുഡ് മസാജ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സെയിം തിങ് റിപ്പീറ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനൊരു ഫുഡ് മസാജ് ചെയ്യും. ഇനി ബാങ്കോക്കിലേക്ക് നാളെ 8 AM നമ്മൾ ബാങ്കോക്കിലേക്ക് പോകും. ഞാൻ ബാങ്കോക്കിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഒരു ഫ്രഷ് കണ്ടന്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ബെല്ലൈക്കൺ അടിച്ചാൽ എൻ്റെ വീഡിയോ ഫ്രഷ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ സൈനിങ് ഓഫ്. ബൈ ബൈ.